guys, welcome back to our YouTube channel. Guys, ഇന്ന് നമ്മൾ ദുബായ് യൂട്യൂബ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. പൊട്ട ചാനലാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല, ലൈക്ക് ചെയ്യാൻ പാടില്ല, ഡിസ്ലൈക്ക് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യും. ഒരു ഗുണമില്ലാത്ത ചാനലാണ് ഗൈസ്. കെട്ടിയെടുത്തിട്ടുണ്ട് 6 മാസത്തിന് ശേഷം കെട്ടിയെടുത്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ദുബായ് മാളിലേക്ക് പോകുന്നത്. യൂട്യൂബ് ചാനൽ ഡിസ്ലൈക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ മന്തി മേടിച്ചു കൊടുക്കുന്നതാണ് ഗൈസ്. ഗൈസ് ഓണാക്കിയോ? ഓ ഞാൻ വിചാരിച്ചു ഈ പൊട്ടത്തെയാണ്. ഞാൻ വേറെ നല്ല പെമ്പിള്ളേരെല്ലാം പോവാന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. നശിപ്പിച്ച് ഗൈസ്. വെറും കോഴി അല്ല ഗൈസ്, ഞാൻ അങ്ങനെ കോഴിത്തരം കാണിക്കാറില്ല. ഞാൻ നോക്കൂ പാട്ട ലുക്കിൽ എൻ്റെ കോസ്റ്റ്യൂം നോക്കൂ ഗൈസ്. പാട്ട ടീഷർട്ട്, പാട്ട പാൻറ്. 3 ദിവസമായി ഗൈസ് ഈ പാൻറ് എടുത്ത്. ഞാൻ 3 ദിവസം ദുബായ് വന്നിട്ട് 3 ദിവസം ഞാൻ ഈ പാൻറ് പാട്ട ഷൂ കാണിക്കാൻ പറ്റുന്നില്ല. ഓ ഗൈസ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ദുബായ് ഫ്രെയിം ഇതല്ല. ഓ ഗൈസ് നമ്മൾ ദുബായിലെത്തി. നോക്കൂ ഗൈസ്, കുറെ കൊടിയൊക്കെ പറന്നുണ്ട്. दुबई फ्रेम देखना है? नहीं नजदीक से बदली. हाँ नजदीक नहीं, मालूम है ये हमारा ड्राइवर है गाइस. वीडियो बना रहे हैं तो फिर आंटी अच्छा है. ये मेरा आंटी है. आंटी को देखो, तुम्हारा दादी है गाइस. ഫുൾ ലിപ്സ്റ്റിക് ആണ് ഗൈസ്. നോക്ക് ഗൈസ്, ഫുൾ ലിപ്സ്റ്റിക് ആണ്. മേക്കപ്പ് ഇട്ടിട്ട് പണ്ടാരടിക്കുന്നത്. ഞാൻ കുളിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഇറങ്ങി. എന്റെ ഫേസ് നോക്ക്, എന്റെ ഫേസ് നോക്ക്, ഇവളെ ഫേസ് നോക്ക്. നോക്ക് ചോപ്പിച്ചിട്ട് ഇവിടെ അടികൊണ്ട പോലെ, ആരും അടിച്ച് പരത്തിയ പോലെ ചോപ്പിച്ചിട്ട്. നമ്മളൊക്കെ നോക്ക്, ബോയ്സ് ആർ സിമ്പിൾ. മുയിപ്പിക്കുന്നുണ്ടാ കണ്ട. ഇതാണ് പ്രശ്നം ഗൈസ്. ഇവളുമായിട്ട് ഒത്തുപോകാൻ പറ്റൂല. സഹിച്ചോണ്ട് ഗൈസ്. ദുബായ് ഫ്രെയിം, ദിസ് ഈസ് ദുബായ് ഫ്രെയിം ആണെന്നില്ല, നല്ലതാ. ഓക്കെ കണ്ടു, ദിസ് ഈസ് ദുബായ് ഫ്രെയിം. സംഭവം കാണിച്ചാലോ? നിന്നെയല്ല, ഞാൻ പുറത്തുള്ള ഇത് കാണിക്കാനാണ്. ഗൈസ് നോക്കൂ ഗൈസ്, ഞാൻ ഇന്നൊരു സെലിബ്രിറ്റിന്റെ കൂടെയാണ്, യൂട്യൂബ് സെലിബ്രിറ്റി. നോക്കൂ ഗൈസ്, നോക്കത്താണ് കുണ്ടി. നമ്മൾ പോവാണ്. ഇവരെയും കൊണ്ട് ഞാനല്ലാണ്ട് ഇറങ്ങൂല. അതാണ് ഗൈസ്, ഞാൻ മരണനാണെന്ന് പറയുന്നു ഗൈസ്. പറയൂ, നീ എന്താണ് മിണ്ടാടുക്കുന്നേ? കണ്ടോ ഒരു നോട്ടം ഇഷ്ടത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നോട്ടം കണ്ട. മൊഷടയാണ് ഇവള്, മൊഷട ഗൈസ്. ഞാൻ പെട്ടതാണ് ഗൈസ്. ഇവളെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യത്തിൽ ഞാൻ പെട്ടുപോയി. നിന്നോട് ഞാൻ പറഞ്ഞില്ല നീ ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങി പോന്നാണ് ഗൈസ്. 5 പൈസ ഇല്ല കയ്യിൽ. ഞാൻ പോവാണ് ഗൈസ്. ഇറങ്ങി നടന്നോ? ഞാൻ പോവും ഗൈസ്. ഇതാ പറഞ്ഞു ദുബായ് വളർത്തി ഗൈസ്. നമ്മൾ എത്തി കേട്ടോ. ഒരു പാലൊക്കെ കാണുന്നുണ്ട്. ഉള്ള മാപ്പ് മൊത്തം അറിയാം. ഇടക്കിടക്ക് ആരെയൊക്കെ കൂട്ടിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ട ഈ ബാക്ക്ഗ്രൗണ്ട് ഇടണം കേട്ടോ. ഇനി ഫുൾ ആറ്റിറ്റ്യൂഡാണ്, ചിരിക്കാൻ പാടില്ല. ഇത് ആറ്റിറ്റ്യൂഡാണ്. നിന്റെ ആറ്റിറ്റ്യൂഡ് ഇട്ടാട്ടെ, നീ ഒന്ന് കാണിച്ചേ. ആറ്റിറ്റ്യൂഡ് ഇട്ട് നോക്കട്ടെ. പശു ചാണവിടുന്ന മറ്റേ ഇതുപോലെയല്ല. നീ ആറ്റിറ്റ്യൂഡ് ഇട്ടെ. ഇപ്പൊ ഒരു കോൺഫിഡൻസ് വരും. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതിന് തുറക്കാം ഗൈസ്. നമ്മൾ എൻട്രൻസിലെത്തി. താഴെയാണ് പാർക്കിങ്ങിൽ. ഇവിടെ ഒരു മണ്ണാങ്കട്ടയും കാണുന്നില്ല. കൂടെ മൊഷടയുണ്ട്. കളിക്കുന്നുണ്ട് ഗൈസ്. ഓ തല പറ്റുന്നേ ഗൈസ്. ഫോട്ടോ എടുക്കാൻ ഇരിക്കാൻ പറ്റി പോയിട്ട് ഇരുന്നതാണ്. എത്ര നല്ല സ്പോട്ടാണെന്നറിയാം ഗൈസ്. എനിക്ക് മൊണ്ണ ഇരുന്ന് നോക്ക്. കണ്ടാ, യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന പോലെ. പോകുന്ന വഴിക്ക് നമ്മളൊരു പ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇത് നമ്മൾ വിലക്കെടുക്കാൻ പോവാം. ദുബായ് മാളിൽ നമ്മൾ വാങ്ങാൻ പോവാം. ഒപ്പിടാൻ വന്നിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നാണ്. ഇപ്പോൾ മാനേജർ അതിൻ്റെ ആളെല്ലാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂട്ടി വന്നതാണ് നാശമായത്. ഇവരതിന് വിൽക്കൂലെന്ന് പറയുമോ? വിൽക്കൂലെന്ന് പറയുമോ? എനിക്കൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല. നാളെ മുതൽ നമ്മൾ സ്വന്തമല്ലേ. കാർ പാർക്കിങ്ങിനെല്ലാം പൈസ വെക്കണം കേട്ടോ. വലിയ പൈസ വെക്കണം, നല്ല പൈസ. ഗൈസ്, ഇവർക്ക് ഇതിൽ കയറാൻ പേടിയാണെന്ന് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകണം. ആദ്യം വലത്തെ കാലം വെക്കുക, പിന്നെ അടുത്ത കാലം വെക്കണം, 2 കാലം വെക്കണം. ഓക്കെ. അയ്യോ ഗൈസ്, ഇപ്പോൾ വീണേനെ.
മൂക്കത്താണോ ഷുണ്ടി? ഗൈസ് നമ്മൾ മേലെ എത്തി, ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഗൈസ്. നമ്മൾ ദുബായ് മാളിൻ്റെ അടുത്ത് ഉള്ളിലെത്തി. പക്ഷെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ഇവളെന്താ പറഞ്ഞിട്ടുണ്ട്, ഇവ ഫോട്ടോ എടുക്കാൻ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ചൈന ടൗണോ? അത് ചൈനയിലേക്ക് പോകുന്ന ഗൈസ്. ദുബായിലെല്ലാം ഒന്ന് നോക്കട്ടെ, കച്ചവടമെല്ലാം ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലേ ബുർജ് ഖലീഫ വാങ്ങണം, അതെന്തും ചെയ്യണം ഗൈസ്. വഴി തിരിയുന്നില്ല. അപ്പോൾ എവിടത്തേക്കോ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവള് മാപ്പൊക്കെ ഇടുന്നുണ്ട്. എല്ലാം അറിയുന്ന ആളെ പോലെ പോകുന്നുണ്ട്, എന്താ ടൈപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണാവോ? തലയൊക്കെ ചൊറിയുന്നുണ്ട്. കുളിച്ചിട്ടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്? അതിൻ്റെ ഗൈസ് കേട്ടാ. ആ എന്താ എങ്ങോട്ടാന്ന് പറയാ ഗൈസ്? ഇവളെന്തോ പറഞ്ഞ് ഇവള് മെലിഞ്ഞിട്ട് വേണോ, ഇതേപോലത്തെ അല്ലോ ഇവിടെ, ഇതേപോലത്തെ അല്ലോ ഇതുപോലെ മെലിയണ്ടിക്കല്, ഇതുപോലെ ഇവള് മെലിയണ്ടിക്കല്. എത്ര സമയം വേണോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വിഷ്വലുണ്ട്. ഞാനിതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഞാൻ ഇതിന് മുന്നേ ദുബായ് വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. നല്ല ഫിഷ് തൂണം. അപ്പോൾ ഇവിടെയാണ് കൂടുതലുള്ളത്. നോക്കിയിട്ട് അയവറക്കുന്നുണ്ട്. ഇതെല്ലാം പൊരിച്ച് തിന്നാന്ന് മറ്റാ പറയാൻ തോന്നുന്നു. ഓക്കെ, നല്ല മുളകും കൂട്ടിട്ട് പൊരിച്ചടിക്കാൻ നല്ല സുഖമുണ്ടാവും അല്ലേ? ഓ അതെന്നെ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കറിയാം. ഗൈസ് ഒരു സംഭവം ഉണ്ടായി. ഈ മൊണ്ണയില്ലേ, ഈ മൊണ്ണ കിലോമീറ്റർ കണക്ക് നടത്തി വന്നിച്ചിട്ട് ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് ചൈന ടൗൺ. ചൈനയിൽ ഞാൻ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഗൈസ് വെയിലും കൊണ്ട് ആടന്ന് ഒലക്കയിലെ കുറെ റീലെടുത്തിട്ട് അവസാനം വിശന്ന് ഗൈസ് നമ്മള് ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതും കുറെ കിലോമീറ്റർ നടന്നിട്ട്. റീലെടുത്ത ക്ഷീണം മാറിക്കൊടുക്കാം. റീലെടുത്തിട്ട് ക്ഷീണിച്ചു പോയി. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കട്ടെ. ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കട്ടെ. നല്ല വീണ മീത ദുബായ് മാളിന്ന് ചില്ലറ പറിക്കുന്നു ഗൈസ്. ദുബായ് മാളിന്ന് ചില്ലറ പറിക്കുന്നു ഗൈസ്. ഇതിൽ കുറെ സാധനങ്ങളുണ്ട്. ബർഗർ എങ്ങനെ തിന്നിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അടി ഇങ്ങനെ തിരിച്ചു പിടിക്കും. ഇത് തിന്ന് ശാസ്ത്രീയ വശം ഉണ്ടോ? ഓക്കെ, തിരിച്ചു പിടിക്കണം പോലും. കടലാസ് അടക്കം തിന്നുന്നുണ്ട്. ഓക്കെ, ആ നല്ലതാ, പേപ്പർ നല്ലതാ. അതാ കളിക്കണ്ട്. അയ്യോ, വന്ന ഗസ്റ്റിന് എന്തെങ്കിലും തരൂലേ? ഞാനിത് ഒരു സ്ട്രോവും പിടിച്ച് വെക്കുന്നുണ്ട് ഗൈസ്. മുണുങ്ങി അതിൻ്റെ ഇടക്ക്. ക്ഷമയില്ല കണ്ടാ ഗൈസ്. തിന്ന് ക്ഷീണിച്ചു. നോക്ക്, പിസേൻ്റെ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. നായിക്കോർത്ത ബിസ്ക്കറ്റ് പോലെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാന്ന്? തീർത്ത് എല്ലാം തിന്ന് തീർത്ത്. എനിക്ക് അനക്ക് കുടിക്കാൻ ഇതാ ഐസ് കട്ട മാത്രമേ ഉള്ളൂ. കേൾക്കുന്നുണ്ടാ? നമ്മളിതാ പട്ടിക്കാട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തോ വന്നിട്ടുണ്ട്. മിൽക്ക് കേക്കടാ. എന്താണ് ഇതിന്റെ പേര്? മിൽക്ക് കേക്ക്. ലറ്റോ കഫേയിലെ മിൽക്ക് കേക്ക് ഫേമസാ? ആലിയ ഭട്ട് ഫേമസ് ആക്കിയ സാധനം. ഇത് ഞാനെനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ലേ. ആലിയ ഭട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വലിയ ഓണമൊന്നുമില്ല, ആലിയ ഭട്ടിന് തെറ്റിപ്പോയതാണ്. ആളുകളൊക്കെ എഴുതിക്കോ. ഗൈസ് ഓളെ കാണുന്നില്ല, എങ്ങോട്ട് പോയിന്ന് അറിയില്ല. എന്ത് ചെയ്യാം ഗൈസ്? ഇവിടെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മെട്രോയിൽ എത്തി. മെട്രോ വിളിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകണം. എന്താ ഇപ്പൊ എനിക്കൊന്നും പറയണ്ട. ഇവന് നാടും ഗൈസ്, നാടും. വർത്താനം പോലെ